ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ. ഓക്കെ. സോ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണെന്ന്. ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീൻ്റെ കേസിൽ വരുമ്പോൾ റിഗ്രസർ ഉണ്ട്, ക്ലാസിഫയർ ഉണ്ട്. സോ നമുക്ക് രണ്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഡിസിഷൻ ട്രീൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മളിപ്പോൾ ആമസോൺ ഡാറ്റ സെറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട്. ആമസോൺ അല്ല, എംപ്ലോയി. എംപ്ലോയിന് ഈ ഇൻഷുറൻസ് കൊടുക്കും. സോ ഈ രണ്ട് എക്സൽ ഫയൽസിനെയും നമ്മളിവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇതിന് കറസ്പോണ്ടിങ് CS നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. എംപ്ലോയി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സേവ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള പോലെ സേവ് ചെയ്തു. എംപ്ലോയി പ്രോബ്ലം. ഓക്കെ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പാണ്ടാസിനെ ഇമ്പോർട്ട് ചെയ്യാം, റൺ ചെയ്യാം. ഇമ്പോർട്ട് പാണ്ടാസ് SPD റൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യാനുണ്ട്. ഡാറ്റ ഈക്വൽ ടു PD ഡോട്ട് read CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. എംപ്ലോയി ഡോട്ട് CSV ഫയലിൻ്റെ നെയിം കൊടുക്കുക. റൺ ചെയ്യാം. ഓക്കെ. ദെൻ ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുക്കുക. ഓക്കെ. ഒരു എംപ്ലോയീൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി ഒരു കമ്പനിയിലെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, ലാസ്റ്റ് ഇവാലുവേഷൻ എത്രയുണ്ട്, അതേപോലെ എത്ര പ്രൊജക്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ആവറേജ് മന്ത്ലി അവേഴ്സ് എത്ര വർക്ക് ചെയ്യും, അതേപോലെ കമ്പനിക്ക് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ വർക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, പ്രൊമോഷൻസ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, സാലറി ഏകദേശം എങ്ങനെയുണ്ട്, കമ്പനിയിലുണ്ടോ അത് ലെഫ്റ്റ് ആയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഈ കിട്ടുന്നത് കേട്ടോ. സോ ഇതൊരു എന്താണ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്. ബിക്കോസ് ഒരു എംപ്ലോയി കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം. സോ നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ യൂണിക് വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക, ലെഫ്റ്റ് കൊടുക്കുക, ഡോട്ട് യൂണിക് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സീറോസും വൺസും ആണ് വരുന്നത്. സോ കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയോ ഇല്ലയോ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരു സ്റ്റാഫ് കമ്പനിയിൽ എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ, അയാൾ എത്ര പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ആവറേജ് സാലറി എത്രയൊക്കെയായിരുന്നു അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ള ആവറേജ് മന്ത്ലി വർക്കിംഗ് അവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഡാറ്റേനെ ലോഡ് ചെയ്തു, ഡാറ്റേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇവിടെ കാണാം അല്ലേ, രണ്ട് കോളംസ്, അതായത് ഫീച്ചേഴ്സിൽ വരുന്ന രണ്ട് കോളംസ് എന്താണ്, കാറ്റഗോറിക്കൽ ആണ്. ഇതിനെന്തായിക്കണം, ന്യൂമറിക്കൽ ആക്കണം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ യൂണിക് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ
അതിലത്തെ യൂണിക് വാല്യൂസ് കിട്ടി. സെയിം വേ നമുക്ക് സാലറിൻ്റെയും കൂടി നമുക്ക് നോക്കാം. ലോ മീഡിയം ഹൈ വാല്യൂസ് തന്നെ വരുന്നുള്ളൂ. സോ നൾ വാല്യൂസ് അതിലില്ലാന്ന് തോന്നുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ രണ്ട് കോളംസിനെ, ഈ കാറ്റഗോറിക്കൽ ആയിട്ടുള്ള രണ്ട് കോളംസിനെ നമുക്ക് എന്താക്കണം, ന്യൂമറിക്കൽക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബിൾ എൻകോഡർ ആണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ലേബിൾ എൻകോഡറിനെ ഇൻസ്റ്റാൾ അല്ല ഇമ്പോർട്ട് ചെയ്യണം. സോ പാണ്ടാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, മാറ്റ്പ്ലോട്ലിബും സീപ്പോണൊക്കെ ആവശ്യം വരും. സോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. സോ ഫ്രം matplotlib dot pyplot as plt from import matplotlib as pyplot as plt. Okay, from matplotlib import pyplot as plt കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതായിരുന്നു പറഞ്ഞത്, ലേബിൾ എൻകോഡർ ആയിരുന്നു. സോ അത് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം sklearn dot preprocessing കൊടുക്കുക, ഇമ്പോർട്ട് ലേബിൾ എൻകോഡർ കൊടുക്കുക. ഓക്കെ, ഇനി അസലിനെ റൺ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കോളംസിനെ ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് വേണം ലേബിൾ എൻകോഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. LD_ ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ടു ലേബിൾ എൻകോഡറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോഡ്സിൽ എന്താ ഒരു കോളം നെയിം ഡിപ്പാർട്ട്മെന്റ് ഈക്വൽസ് ലേബിൾ എൻകോഡർ നെയിം LD_ ഡിപ്പാർട്ട്മെന്റ് ലേബിൾ എൻകോഡർ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് എന്ത് കൊടുക്കുക, fit_ ട്രാൻസ്ഫോം കൊടുക്കുക. fit_ ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ട്രാൻസ്ഫോമിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, നമ്മുടെ ഡാറ്റ ഫ്രെയിം നെയിം ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോഡ്സിൽ നമ്മുടെ കോളത്തിൻ്റെ നെയിം ഡിപ്പാർട്ട്മെൻറ്റും കൂടി കൊടുക്കുക. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റ് ലേബിൾ എൻകോഡർ ഓക്കെയാണ്. സെയിം വേ നമുക്ക് എന്തിൻ്റെയും വേണം, സാലറിക്കും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ LD_ സാലറി കൊടുക്കുന്നുണ്ട്. സാലറി ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ സിംഗിൾ കോഡ്സിൽ സാലറി കൊടുക്കുക. ദെൻ ഈക്വൽസ് LD_ സാലറി ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം ബ്രാക്കറ്റിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് അതിനുള്ള സിംഗിൾ കോഡ്സ് സാലറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ രണ്ട് ലേബിൾ എൻകോഡേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എൻകോഡിങ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഒബ്ജക്റ്റ് ആണ് നമ്മൾ, ഒരെണ്ണം ഡിപ്പാർട്ട്മെൻറ്റും ഒരെണ്ണം സാലറിക്കും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡാറ്റ ഫ്രെയിമിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. സോ കണ്ടോ, നമ്മുടെ ലാസ്റ്റ് കോളം ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സാലറീനെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് എൻ്റയർ കോളംസിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് റീടൈപ്പ് എല്ലാം ന്യൂമറിക്കലാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, ഡോട്ട് സം കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ, നൾ വാല്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
നെക്സ്റ്റ് സ്റ്റെപ്പ് നൾ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് ഔട്ട്ലയേഴ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് അങ്ങനെ ഡിലീറ്റ് റിമൂവ് ചെയ്യാൻ മാത്രം കോളംസ് അങ്ങനെ കാണുന്നില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഔട്ട്ലയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് പ്ലോട്ട് ആണ് ചെയ്യുന്നത്. plt ഡോട്ട് ബോക്സ് പ്ലോട്ട് ബ്രാക്കറ്റിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഫസ്റ്റ് കോളം നെയിം കൊടുക്കുവാണ്. സാറ്റിസ്ഫാക്ഷൻ അണ്ടർസ്കോർ ലെവൽ, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് അതിന് ശേഷം കോമ, പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ചെക്ക് ചെയ്തോ. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ കോളത്തിൽ ഔട്ട്ലയേഴ്സ് ഇല്ല. സെക്കൻഡ് കോളം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൊടുക്കുക plt ഡോട്ട് ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക. നെക്സ്റ്റ് കോളം നെയിം ഇതാണ്. ലാസ്റ്റ് വാല്യുവേഷൻ കൊടുത്തു നോക്കാം. കോമ പാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽ ടു ട്രൂ കൊടുക്കുക. വാല്യൂസ് ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്പർ പ്രൊജക്റ്റ് ആണ്. plt ഡോട്ട് ബോക്സ് പ്ലോട്ട് ബ്രാക്കറ്റിൽ ഡാറ്റ, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കോളം നെയിം, ദെൻ കോമ പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. റൺ ചെയ്ത് കൊടുക്കുക. അതിലും ഔട്ട്ലയേഴ്സ് ഇല്ല. ദെൻ നമ്മുടെ നെക്സ്റ്റ് കോളത്തിൻ്റെ നെയിം എന്താണ്, ആവറേജ് മന്ത്ലി അവേഴ്സ് ആണ്. ഇതൊന്ന് കോപ്പി ചെയ്യാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക plt ഡോട്ട് ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. പേസ്റ്റ് ചെയ്യുക. സ്പേസ് ആവശ്യമില്ലാത്ത സ്പേസ് ഒക്കെ കളയാം കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഫോം കൊടുക്കുക. പാച്ച് ആർട്ടിസ്റ്റ് ട്രൂ കൊടുക്കുക. സോ അതിലും ഔട്ട്ലയേഴ്സ് ഒന്നും കാണുന്നില്ല. ആവറേജ് മന്ത്ലി സാലറി വരെ നമ്മൾ നോക്കിയായിരുന്നു. ദെൻ ടൈം സ്പെൻഡ് കമ്പനിയിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് കോളത്തിൽ ഇവിടെ എന്ത് കൊടുക്കുക, plt ഡോട്ട് ബോക്സ് പ്ലോട്ട് ബ്രാക്കറ്റിൽ ടൈം സ്പെൻഡ് കമ്പനി കൊടുത്തതിന് ശേഷം കോമ പാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽ ടു ട്രൂ കൊടുക്കുക. ഇതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ട് അല്ലേ. സോ ഇനി ഇത് നമുക്ക് റെഡി ആക്കാനുണ്ട്. സോ ഈ ഔട്ട്ലയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ വേണ്ടി വരും അല്ലേ. ഔട്ട്ലയേഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നമ്പർ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിക്ക് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇമ്പോർട്ട് നമ്പർ NP കൊടുത്തിട്ടുണ്ട്. ഒരു സെല്ല് റൺ ചെയ്തിട്ടുണ്ട്. നേരെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി നമ്മൾ IQR മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, Q1 ഉം Q3 കണ്ടുപിടിക്കാം. സോ Q1 ഈക്വൽസ് ഡാറ്റ ഡോട്ട് കോളത്തിൻ്റെ നെയിം ഡോട്ട് കൊടുക്കുക, ക്വാണ്ടൈൽ കൊടുക്കുക, ബ്രാക്കറ്റിൽ 0.25 ഫസ്റ്റ് ക്വാണ്ടൈൽ ആയിട്ടുണ്ട്. ദെൻ കൊടുക്കുക Q3 ഈക്വൽസ് ഡാറ്റ ഡോട്ട് കോളത്തിൻ്റെ നെയിം ഡോട്ട് കൊടുക്കുക, ക്വാണ്ടൈൽ ബ്രാക്കറ്റിൽ
0.75 കൊടുക്കുന്നുണ്ട്. സോ തേർഡ് ക്വാണ്ടൈൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റും തേർഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IQR കണ്ടുപിടിക്കാൻ പറ്റും. IQR ഈക്വൽ ടു Q1 അല്ല Q3 മൈനസ് Q1. അപ്പോൾ IQR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലോവറും അപ്പറും കണ്ടുപിടിക്കണം. എന്നിട്ട് ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സ് ദെൻ രണ്ടെണ്ണത്തിന് ഡ്രോപ്പ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ലോവർ ഈക്വൽ ടു കൊടുക്കുക Q1 മൈനസ് 1.5 മൾട്ടിപ്ലൈഡ് ബൈ IQR കൊടുക്കുക. ഇവിടെയും കൂടി സ്പേസ് വേണമെങ്കിൽ കീപ്പ് ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞിട്ട് upper equal to Q3 plus 1.5 multiplied by കൊടുക്കുക IQR കൊടുക്കുക. ലോവർ അപ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്പർ ഇൻഡെക്സ് ഈക്വൽ ടു NP dot over ഫങ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ കോളം നെയിം പാസ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ് ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് ചെക്ക് ചെയ്യണം? അപ്പറിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ആ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് 0 ആക്കി വയ്ക്കുന്നുണ്ട്. ദെൻ ഇത്രയേ ഉള്ളൂ. ഇനി ലോവർ ഇൻഡെക്സ് കൊടുക്കാം. ലോവർ അണ്ടർസ്കോർ ഇൻഡെക്സ് NP dot word ഫങ്ഷൻ ബ്രാക്കറ്റ്സ് ഡാറ്റ കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോവർ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുക. ദെൻ ഇവിടെ ലോവറിന് 2 R വന്നിട്ടുണ്ട്, ഒരെണ്ണം കളയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡ്രോപ്പ് ചെയ്യുന്നതാണ്. സോ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക. ഫങ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ് പാസ് ചെയ്യുന്നുണ്ട്, കോമ ഇൻ പ്ലേസ് ഈക്വൽ ടു 2 കൊടുക്കുക. സെയിം വേ ഇത് കൊടുക്കുക. ലോവർ ഇൻഡെക്സും കൂടി പാസ് ചെയ്യുക. ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഇൻഡെക്സ് ഈക്വൽ ടു ലോവർ ഇൻഡെക്സ് കോമ ഇൻ പ്ലേസ് ഈക്വൽ ടു 2 പാസ് ചെയ്യും. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യാം. റൺ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അഗെയിൻ ബോക്സിലോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. KLT ഡോട്ട് ബോക്സ് പ്ലോട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കോളം നെയിം പാസ് ചെയ്യുക, കോമ ബാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽ ടു 2 കൊടുക്കുക. കണ്ട ഔട്ട്ലൈൻസിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോളം ഇതേതാണ്? ടൈം സ്പെൻഡ് കമ്പനി ആയിരുന്നു ഈ കോളം വരുന്നത്. നെക്സ്റ്റ് കോളത്തിനെ ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ആക്സിഡൻ്റ് ആണ്. കോപ്പി ചെയ്യുക. ഇപ്പോൾ ഒട്ടും ഡാറ്റ ഇല്ല അല്ലേ? സോ ആക്സിഡൻറ്റിൽ തീരെ ഡാറ്റ ഇല്ല, 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി നോക്കാം.
ദെൻ നെക്സ്റ്റ് വരുന്നത് അതിന് മുമ്പായിട്ട് വർക്ക് ആക്സിഡൻറ്റിന് മുമ്പായിട്ട് ഒരു കോളം നമ്മൾ ഇൻഡെക്സിനെ റീസെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എറർ വരും. ബിക്കോസ് നമ്മൾ കുറച്ച് ഇൻഡെക്സിനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓരോ ബോക്സിലോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഐക്വാർ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റീസെറ്റും കൂടി ഒന്ന് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇൻ പ്ലേസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ഡാറ്റ ഡോട്ട് റീസെറ്റ് ഇൻഡെക്സ്. ഓക്കെ, റീസെറ്റ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ കൊടുത്തു. ദെൻ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ ഇൻഡെക്സ് കൊടുക്കുക, കോമ x equal to 1, comma in place equal to 2 കൊടുക്കുക. ദെൻ നമുക്കൊന്നും കൂടി വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ആ ഒരു ഇൻഡെക്സ് റീസെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ദെൻ നമ്മൾ എല്ലാ കോളം ചെക്ക് ചെയ്ത് നോക്കണം എന്നില്ല, ബട്ട് കുറച്ചെങ്കിലും കോളംസ് ചെക്ക് ചെയ്ത് നോക്കിയാലും നല്ലതാണ്. ഇതിലിപ്പോൾ നമുക്ക് കളയാൻ മാത്രമുള്ള ഡാറ്റ ഇല്ല, സോ അതുകൊണ്ട് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കളയുന്നില്ല. സോ ഇപ്പോൾ ഇത്രയും നമ്മൾ ടൈം സ്പെൻഡ്, കമ്പനി സ്പെൻഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ദെൻ ഇൻഡെക്സ് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എല്ലാ കോളംസ് ചെക്ക് ചെയ്യാം, എല്ലാം ഇതുപോലെ ചെക്ക് ചെയ്യുന്നത് കമ്പൽസറി അല്ല കേട്ടോ. സാലറി, അതേപോലെ തന്നെ പ്രൊമോഷൻ ലാസ്റ്റ് ഇയർ ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും എടുത്താലും. സോ ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ELT ഡോട്ട് ബോക്സ് ഡോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. ഡാറ്റ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇതേപോലെ തന്നെയുള്ള ഡാറ്റ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് സാലറി കൊടുത്ത് നോക്കാം. ELT ഡോട്ട് ബോക്സ് ഡോട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. സാലറി, കോമ ബാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽ ടു ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സാലറിയിൽ മാക്സിമം വാല്യൂ കാണിക്കുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോളം നമ്മൾ സ്കിപ്പ് ചെയ്തത് ഏതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സാലറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലേ. ഓക്കെ, ആക്സിഡൻറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി കൊടുത്താൽ അത് ഓൾമോസ്റ്റ് തീരും. ബോക്സ് പ്ലോട്ടിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഡിപ്പാർട്ട്മെൻറ്റ്, കോമ ബാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽ ടു കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റിൽ കുഴപ്പമില്ല. സോ നമുക്ക് ഔട്ട്ലയേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഡാറ്റ എന്ന് പറയുമ്പോൾ ഒത്തിരി ചെറുതായതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് കളയാതിരുന്നത് കേട്ടോ. ഇതിലൊന്നും കളയാനില്ല, പ്രത്യേകിച്ച് 0ഉം 1ഉം മാത്രമേ ഇതിൽ ഡാറ്റ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, യുണീക്ക് വാല്യൂസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ശേഷം എന്തെടുത്ത് നോക്കാം. വർക്ക് ആക്സിഡൻറ്റ് ഡോട്ട് കാറ്റഗറിക്കൽ കോളംസിനാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. സോ ആ ഒരു ഡാറ്റ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. PLT ഡോട്ട് അല്ല
ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ പ്രൊമോഷൻ ലാസ്റ്റ് 5 years ഡാറ്റ യൂണീക്ക് കൊടുക്കുക. കണ്ടോ, കാറ്റഗറിക്കൽ കോളംസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്തുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ വരാനിത്. സാലറി ഡിഫറെൻ്റ് ആയിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ് നോർമൽ ഔട്ട്പുട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാ കോളംസിനെയും നമ്മൾ ഓൾമോസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് നോക്കി. ലെഫ്റ്റ് എന്ന് പറയുന്നത് 0 1 ആണ്, അതൊരു കാറ്റഗറിക്കൽ കോളം ആണ്. സോ അതുകൊണ്ട് മാത്രം അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. സോ നമ്മൾ അത്യാവശ്യം വിഷ്വലൈസേഷൻ ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ വാല്യൂ കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ലെഫ്റ്റ് ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഉണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, 10,000 അറൗണ്ട് ലെഫ്റ്റ് ആവാത്തവരും 3,000 അറൗണ്ട് ലെഫ്റ്റ് ആയവരുണ്ട്. സോ അതൊരു എന്താ പറയുക ഇംബാലൻസ് ആണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഐറിസ് ഡാറ്റ സെറ്റ് എടുത്തെന്ന് വെച്ചോ, അതിൽ 3 കാറ്റഗറിയിലും ഈക്വൽ കൗണ്ടാണ്. സോ നമുക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള എക്സാക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇങ്ങനത്തെ ഡാറ്റ വരുമ്പോൾ എന്താ വെച്ചാൽ ലെഫ്റ്റ് ആവാത്തത്, അതായത് 0 നമുക്ക് ഔട്ട്പുട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ബിക്കോസ് ട്രെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കൂടുതലുള്ള ഡാറ്റ ഏതായിരിക്കും, ആ 10,000 ഉള്ളിലുള്ള റേഞ്ച് ഓഫ് ഡാറ്റ ആയിരിക്കില്ലേ ട്രെയിനിങ്ങിൽ കൂടുതലും വരിക. സോ അതുകൊണ്ട് എന്താണ് ലെഫ്റ്റ് ആയ ഒരു ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാതെ വരും. സോ അതൊരു ഇംബാലൻസ്ഡ് ഡാറ്റയാണ് വരുന്നത്. സോ അതിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നത് ഇംബാലൻസ് ഡാറ്റയാണ്. സോ അതിനെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. സോ നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്ന പോലെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാല്യൂ കൗണ്ട് എടുത്തിരുന്നു. സോ ബാലൻസ്ഡ് ഡാറ്റ വരാനുള്ള ചാൻസസ് ഉണ്ട്, നമ്മുടെ ഔട്ട്പുട്ടിന് അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു ഇത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോളം നെയിം കൊടുക്കുക, കോമ ഇത് കൊടുക്കുക, ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്, കോളം വൈസ് ആണ് ലെഫ്റ്റ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക്. ദെൻ വൈ ഈക്വൽ ടു ഡാറ്റ ഓഫ് ലെഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ എക്സും വൈയും ട്രെയിനിങ്ങിനും, അതായത് ഫീച്ചേഴ്സ് ലെഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കോളംസുള്ള ഫീച്ചേഴ്സിനെ നമ്മൾ എക്സിക്കും, വൈയിലേക്ക് ആ ലെഫ്റ്റ് എന്ന് പറയുന്ന കോളംസിനെ മാത്രം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് കൊടുക്കുന്ന പോലെ തന്നെ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ കൊടുക്കുക, ടെസ്റ്റ് സൈസ് കൊടുക്കുക, ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് ഈക്വൽ ടു 0.2 കൊടുക്കാം. ദെൻ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക, റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽ ടു ഇഷ്ടമുള്ള കൊടുക്കാം, ജസ്റ്റ് 1 2 3 കൊടുക്കുന്നുണ്ട്. ദെൻ അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല അല്ലേ, എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലേബിൾ ഇൻകോട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രം sklearn ഡോട്ട് കൊടുക്കുക, മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇതേപോലെ കൺഫ്യൂഷൻ മെട്രിക്സ് നമുക്ക് വേണം, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് വേണം, അതും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രം sklearn ഡോട്ട് മെട്രിക്സ്
import confusion matrix comma classification report. Okay. മെട്രിക്സ് ചെയ്യുന്ന കൺഫ്യൂഷൻ മെട്രിക്സും അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും സക്സസ്ഫുൾ ആണ്. ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഈ സെല്ലിനെ ഒന്നും കൂടി റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിങ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ട്രെയിനിൻ്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ x_train ഡോട്ട് കൊടുക്കുക, ഷേപ്പ് കൊടുക്കുക, റൺ ചെയ്യാം. 10,000 ട്രെയിനിങ് ഡാറ്റ വരുന്നുണ്ട്. അതേപോലെ വൈ ട്രെയിനിൻ്റെ വേണമെങ്കിലോ v_train ഡോട്ട് ഷേപ്പ് കൊടുക്കുക, എക്സ് ട്രെയിൻ വൈ ട്രെയിനിൻ്റെ സെയിം. ഓക്കെ, എക്സ് ടെസ്റ്റ്. ഓക്കെ, എക്സ് ടെസ്റ്റിൻ്റെ ആണ് ഒരു സെയിം കൗണ്ട്. ഓക്കെ ഓക്കെ, ട്രെയിൻ തന്നെ ഞാൻ കൊടുത്തല്ലേ, ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ 2000 അറൗണ്ട് ടെസ്റ്റിങ്ങിനും 10,000 അറൗണ്ട് കോളംസ് അല്ല റോസ് ഇതിലേക്കും പോകുന്നുണ്ട്, ട്രെയിനിങ്ങിലേക്കും പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇംബാലൻസ് ഡാറ്റ ആണെന്ന് പറഞ്ഞിരുന്നു. സോ ലെഫ്റ്റിൻ്റെ ആ ഒരു വാല്യൂ കൗണ്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കൗണ്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറോസിൻ്റെയും വൺസിൻ്റെയും കൗണ്ട്, അതായത് വൈ ട്രെയിനിൻ്റെ കൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് ഇതെടുക്കുക, കൗണ്ടറിൻ്റെ സി ക്യാപിറ്റലാണ്. then ഇത് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ കൗണ്ടർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈ ട്രെയിനെ പാസ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താണ്, സീറോസിൻ്റെ അറൗണ്ട് 8,000 സംതിങ്ങും 1ൻ്റെ 2,600 സംതിങ് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്മോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു സാമ്പിളിങ് ടെക്നിക്കാണ്. അതായത് ഭയങ്കര വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ടാർഗറ്റ് കോളത്തിൽ ഡാറ്റ തമ്മിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് മൈനോറിറ്റീനെ എന്ത് ചെയ്യും, മെജോറിറ്റീൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള അത്രയും തന്നെ റോസ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും മൈനോറിറ്റീൻ്റെ ഡാറ്റ വെച്ചിട്ട്. ആ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും സാമ്പിൾ വെച്ചിട്ട് അങ്ങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്മോട്ടിനെ ഇമ്പോർട്ട് ചെയ്യണം. സ്മോട്ടിൻ്റെ കമൻറ്റ് ചെയ്തിട്ടേക്കാം. സ്മോട്ട് synthetic minority over sampling P1 അല്ലേ അറിയാട്ടോ ടെക്നിക്. ദെൻ സ്മോട്ടിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. സോ ടോപ്പിക്ക് സ്ക്രോൾ ചെയ്യാം. ഇംബാലൻസ് ഓവർ സാമ്പിളിനാണ് നമ്മൾ സ്മോട്ടിനെ ഇമ്പോർട്ട് ചെയ്യുക. ബട്ട് മേ ബി എററാം. സോ നമുക്കത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. കൊടുത്തു നോക്കുക. ഫ്രം imb_learn dot over sampling import എപ്പോൾ വരാമെന്ന് വെച്ചാൽ മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് വരുന്നുണ്ട്. സോ എന്ത് ചെയ്തതിന് അപ്പോൾ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ imb_learn
Imbalanced lamp, sorry. Imbalanced. ഇംബാലൻസ്ഡ് ഉള്ള എണ്ണ എന്ത് ചെയ്യേണ്ടി വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ദെൻ അതിന് ശേഷം നമുക്കൊന്നും കൂടി ഇമ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കമൻറ്റ് ചെയ്തിട്ടുവാണ്. ഇനി നെക്സ്റ്റ് സെല്ലിലേക്ക് പോവുക. ഒന്നും കൂടി റൺ ചെയ്തു. ഓക്കെ, ഇതല്ല, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നീഡ്സ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് നമ്മുടെ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പോർഷനിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് തന്നെ അതിനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോട്ട് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് റൺ ചെയ്യാം. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് SMT എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, എക്സ് ട്രെയിൻ വൈ ട്രെയിൻ ആണ്. x_train_SMT, അതായത് സ്മൂത്തിനായിട്ടുള്ളതാണ് എക്സ് ട്രെയിനും വൈ ട്രെയിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ എക്സ് ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ y_ ട്രെയിനിങ് ഡാറ്റയിലാണ് നമ്മൾ, ബിക്കോസ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് കൊടുത്താലല്ലേ ടെസ്റ്റിങ്ങിൽ പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് വരുള്ളൂ. സോ ട്രെയിനിങ്ങിനാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. സോ എക്സ് ട്രെയിനും വൈ ട്രെയിനും നമ്മൾ SMT, അതായത് സ്മോട്ടിന് അണ്ടറിൽ നമ്മൾ കടത്തി വിടുന്നുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ത്രൂ ആണ് നമ്മൾ ഫിറ്റ് ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഫിറ്റ് റീസംബിൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫിറ്റ് റീസംബിൾ ബ്രാക്കറ്റിൽ നമ്മുടെ എക്സ് ട്രെയിനും വൈ ട്രെയിനും പാസ് ചെയ്യാം. സോ എക്സ് ട്രെയിൻ വൈ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ കൗണ്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ് എടുക്കുക, വൈ ട്രെയിൻ _SMT കൊടുക്കുക. ഇപ്പം എന്തായി, ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ വൈറ്റ് ട്രെയിനിൻ്റെ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു, 8000 0 ഔട്ട്പുട്ട് വരുന്നത് 8000, 1 ഔട്ട്പുട്ട് വരുന്നത് 2000 ആയിരുന്നു. നല്ല വേരിയേഷൻസ് ഉണ്ടായി അല്ലേ. സോ SMT, അതായത് സ്മൂത്ത് ഫംഗ്ഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താക്കും, ഈക്വലൈസ് ചെയ്യും. ഇവിടെ നോക്ക്, ഇവിടെ 8294 സീറോസ്, അതായത് ലെഫ്റ്റ് ആവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും സാമ്പിൾസ്, ഇക്വലൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ് എന്തെങ്കിലും വന്നു ലെഫ്റ്റ് ആയവരിലും ക്രിയേറ്റ് ചെയ്തു. സോ അതേപോലെ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്മൂത്ത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത് കൂടുതലും ലെഫ്റ്റ് ആവാത്തവർ, 0 ഔട്ട്കം വരുന്നതായിരിക്കും കൂടുതൽ അത് പഠിക്കാം. സോ അതിന് ലെഫ്റ്റ് ആയവരുടെ ഡീറ്റെയിൽസ് അധികം പഠിക്കാൻ കിട്ടിയിട്ടില്ല. സോ അത് എറർ ക്രിയേറ്റ് ചെയ്യാം. മോഡലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികം. സോ അതെന്ത് ചെയ്യും, ഈക്വലൈസ് ചെയ്തിട്ട് കൊടുത്താൽ അത് റെഡി ആയിക്കോളും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ട്രെയിനിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കാം. x_train_SMT ഡോട്ട് ഷേപ്പ് കൊടുക്കുക, റൺ ചെയ്യാം. കണ്ടോ, ടോട്ടൽ എക്സ് ട്രെയിനിൽ എത്ര വരുന്നുണ്ട് അപ്പോൾ 16,588. അതായത് ആ കൊടുത്ത കോളംസ് കംപ്ലീറ്റ്ലി നമ്മുടെ എക്സ് ട്രെയിനിൽ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മോഡൽ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഡിസിഷൻ ട്രീ നമ്മുടെ ടാർഗറ്റ് കോളം ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട്, ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രം sklearn dot
ട്രീ കൊടുക്കുക. ദെൻ അതിൽ നിന്ന് ഇമ്പോർട്ട് decision tree classifier കൊടുക്കും. decision tree classifier തന്നെ സ്ഥലം റൺ ചെയ്യാം. എനിക്ക് നന്നായിട്ടുണ്ട്. നേരെ താഴത്തേക്ക് പോവാം. ഓക്കെ, നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യാം. മോഡൽ ഈക്വൽ ടു ഇത് കൊടുക്കുക. നമ്മൾ അൽഗോരിതത്തിൻ്റെ പേര് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുക്കുന്നുണ്ട്. ഫങ്ഷൻ ബ്രാക്കറ്റ്സ്. ഇവിടെ നമ്മൾ ട്രീ സ്ട്രക്ചർ പോലെ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഹെഡ് ഉണ്ടാവും, ദെൻ അതിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കുന്നു. ദെൻ അഗെയിൻ ആ സബ് പോർഷൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു ട്രീ ലൈക്ക് ആർക്കിടെക്ചർ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഇവിടെ ഡെപ്ത് എത്ര വരെ സ്പ്ലിറ്റിങ് വേണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു പാരന്റ് ഉണ്ടെങ്കിൽ അതിനെ 2 സ്പ്ലിറ്റ് ചെയ്ത് 2 ചൈൽഡ് വരും. ദെൻ ആ ചൈൽഡിന് സബ് ചൈൽഡ്സ്, അങ്ങനെ 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 പോണതിനെയാണ് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പർ പാരാമീറ്റർ ആണ് കേട്ടോ മാക്സ് ഡെപ്ത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈപ്പർ പാരാമീറ്റർ. ഓക്കെ, ഇതാണ് മാക്സ് ഡെപ്ത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ മാക്സ് ഡെപ്ത് നമുക്ക് ക്ലാസിഫയറിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ മാക്സ് ഡെപ്ത് ഈക്വൽസ് എന്ത് കൊടുക്കുന്നു? ഒരു 20 കൊടുക്കാം. അത്രയും മതി. മാക്സ് ഡെപ്ത് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തില്ല, ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കാതെ മാക്സ് ഡെപ്ത് കൊടുക്കാതെ ചെയ്യാം. എന്നിട്ട് മാക്സ് ഡെപ്ത് കൊടുക്കുമ്പോൾ എന്താ ചേഞ്ചസ് വരാൻ നോക്കാം. ഓക്കെ, ദെൻ മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത് വെച്ച് എക്സ്ട്രെയിൻ അണ്ടർസ്കോർ SMT നമ്മൾ സ്മൂത്ത് ചെയ്ത് വെച്ച എക്സ്ട്രെയിനും വൈറ്റ് ട്രെയിനെയും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ട്രെയിൻ അണ്ടർസ്കോർ SMT. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. സോ പ്രിന്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ട്രെയിനിങ് സ്കോർ ട്രെയിനിങ് സ്കോർ കൊടുക്കുവാണ്. കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് അണ്ടർസ്കോർ എക്സ്ട്രെയിൻ അണ്ടർസ്കോർ SMT കോമ കൊടുക്കുക. വൈറ്റ് ട്രെയിനും കൂടെ കൊടുക്കാം. വൈറ്റ് ട്രെയിൻ അണ്ടർസ്കോർ SMT. സോ എക്സ്ട്രെയിൻ്റെയും വൈറ്റ് ട്രെയിനെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ട്രെയിനിങ്ങിൻ്റെ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ടെസ്റ്റിങ്ങിൻ്റെ സ്കോറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? പ്രിന്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സ് കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ് സ്കോർ കോളൻ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ പ്രിന്റിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ട്രെയിനിങ് സ്കോർ 1 ടെസ്റ്റിംഗ് സ്കോർ 0.96 വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഡെപ്ത് അറിയണ്ടേ? ബൈ ഡീഫോൾട്ട് എത്രയാണ് ഡെപ്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മോഡൽ ഡോട്ട് ഇത് കൊടുക്കുക. ഗെറ്റ് ഡെപ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. 25 ആണ് ബൈ ഡീഫോൾട്ട് വന്ന ഡെപ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഡെപ്ത് അങ്ങ് ചേഞ്ച് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യാം. ഇവിടെ മാക്സ് അണ്ടർസ്കോർ ഡെപ്ത് ഈക്വൽ ടു 20 കൊടുക്കാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. മോഡൽ 2 ആക്കിയിട്ട് കൊടുക്കണം.
നമുക്ക് റണ്ണോളൊന്ന് കൊടുത്തു നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. സോ മോഡലിൻ്റെ ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നത്, ബട്ട് ഇത് ഹൈപ്പർ പാരാമീറ്റർ ആണ് ഈ ചില കേസസിൽ. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ചില കേസസിൽ നമ്മളിത് കൊടുക്കും. ഡെപ്ത് എന്ന് പറഞ്ഞ എന്തോ സംഭവം? നമ്മൾ ട്രീ ലൈക്ക് ആർക്കിടെക്ചർ ഒക്കെ ഇല്ലടാ, അതിലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകൂലേ, അത് എത്ര ലെവൽസ് വേണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാമെന്ന് വിചാരിച്ചോ. ഇതേപോലെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ, മനസ്സിലായോ? ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ എത്ര ലെവൽസ് വേണം എന്നുള്ളതാണ് ആ ഒരു മാക്സ് ഡെപ്ത് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എത്ര ലെവൽസ് വേണം എന്നുള്ളത്. ഈ ഒരു ട്രീ ലൈക്ക് ആർക്കിടെക്ചറിനെയാണ് നമ്മൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഒരു റൂട്ട് നോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. ടോപ്പിൽ ഒരെണ്ണം ഉണ്ടാവും, അതേപോലെ തന്നെ ഏറ്റവും താഴത്തും ഉണ്ടാവും. സോ ആ ഒരു ലെവൽസ് ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത്. അതൊരു ഹൈപ്പർ പാരാമീറ്റർ ആണ് ഏത് മാക്സ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസിനെ വരെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്ന ടൂൾസ് ആണ് ഈ ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഹൈപ്പർ പാരാമീറ്റേഴ്സിനെ ചേഞ്ച് ചെയ്ത് നോക്കുക, വേറെ വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് കുറച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ ട്രീയിൽ വരുന്നത്. ഇത് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്ത ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ്. അതേപോലെ റിഗ്രസർ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഈ മോഡലിൽ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ദെൻ ഇതിന് പകരം നമുക്ക് വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം, ലോജിസ്റ്റിക് റിഗ്രഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കൊടുക്കുക, അവിടെ മോഡൽ 3 ഈക്വൽ ടു പറഞ്ഞിട്ട് ഇത് കൊടുക്കുക, ലോജിസ്റ്റിക് റിഗ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുക്കുക, അതേപോലെ തന്നെ മോഡൽ 3 ഡോട്ട് ഇവിടെ 3 ആക്കുന്നുണ്ട്. ദെൻ മോഡൽ വെറുതെ എല്ലാം നേരത്തെ ചേഞ്ചസ് വരുന്നു. ഇവിടെ മോഡൽ 2 ആക്കിയിട്ടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു. ഇവിടെ 3 ആക്കാം. ഇനി റണ്ണോളം കൊടുക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ ഡെപ്ത് വരുന്നത് 23 ആയിട്ടുണ്ടായിരുന്നു. സോ 23 ഡെപ്ത് വരുമ്പോൾ നമുക്ക് ട്രെയിനിങ് സ്കോർ 1ഉം അതേപോലെ ടെസ്റ്റിംഗ് സ്കോർ 0.96 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ മോഡൽ 2ൽ നമ്മൾ ഡെപ്ത് 20 സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. സോ ട്രെയിനിങ് സ്കോർ 0.99 ഉണ്ട്. അത്യാവശ്യം നല്ല ട്രെയിനിങ് സ്കോർ ഉണ്ട്. സെയിം വേ ടെസ്റ്റിംഗ് സ്കോർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്, 0.96 റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലീനിയർ മോഡൽ ലീനിയർ മോഡൽ ഓക്കെ, എസ്കെലോൺ ഡോട്ട് ലീനിയർ മോഡൽ ഉണ്ടായിരുന്നു.
ഓക്കെ ഫ്രം SQL നോട്ട് ലീനിയർ മോഡലായിരുന്നു ലീനിയർ റിഗ്രഷൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉള്ളത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. എനിക്ക് ഇനി സെല്ലാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ 0.87 ഇതുപോലെ ടെസ്റ്റിംഗ് സ്കോർ 0.84 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ ഓരോ മോഡലും ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഔട്ട്കം തരുന്ന ഏതാണോ ഏത് മോഡലിലാണോ നമുക്ക് ബെറ്റർ സ്കോർ കിട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ അൽഗോരിതം ആയിരിക്കും നമ്മുടെ ആ ഒരു ഡാറ്റ സെറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ റിഗ്രഷൻ പഠിക്കുമ്പോൾ ഇനി ഡിസിഷൻ ട്രീ റിഗ്രസർ പഠിക്കും. സോ എന്ത് ചെയ്യുക, നമ്മൾ മുമ്പ് പഠിച്ച ആ ഒരു ഡാറ്റ സെറ്റിലൊക്കെ റിഗ്രഷൻ ഡാറ്റ സെറ്റിൽ അതേപോലെ മോഡൽസിനെ ആഡ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ട്രെയിൻ സ്കോറും ടെസ്റ്റിംഗ് സ്കോറും എന്താണ് വരുന്നതെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഈ 1 വരുന്നത് ചിലപ്പോൾ ഓവർ ഫിറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. സോ മെയിൻലി 0.99 ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. ടെസ്റ്റ് സ്കോർ 1 ആണെങ്കിൽ മേ ബി ഓവർ ഫിറ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം. അല്ല ട്രെയിനിങ് സ്കോർ 1 വന്നാലും അത്ര കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ 0.99 ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ആ ഒരു ലെവൽ ഡാറ്റ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള മോഡൽ ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷനേക്കാളും ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് ഈ ഒരു എംപ്ലോയി പ്രോബ്ലം അല്ലെങ്കിൽ എംപ്ലോയി ഡാറ്റ സെറ്റിന് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് ഏതാ, ആ ഒരു ഡിസിഷൻ ട്രീ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. അതായത് മാക്സ് ഡെപ്ത് 20 അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ടുള്ള 23 എന്നുള്ള ആ ഒരു മാക്സ് ഡെപ്തിൽ കിട്ടിയാലും നമുക്ക് ഔട്ട്പുട്ട് അത്യാവശ്യം 0.96 തന്നെയാണ് ടെസ്റ്റ് സ്കോർ വരുന്നത്. സോ ഇതിലേതായാലും ഓക്കെയാണ്. ആ ഒരു ഫയൽ സേവ് ചെയ്യുമ്പോഴേ അതും കൂടെ ചേഞ്ച് വരുത്തിക്കോളൂ, അല്ലെങ്കിൽ ഡൗട്ട് ആവും ലാസ്റ്റ്. എംപ്ലോയി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം സോ ഇതൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത്യാവശ്യം എല്ലാ കോളംസിനും ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏത് കോളംസിനൊക്കെ എങ്ങനത്തെ ഗ്രാഫൊക്കെ ആയിരിക്കും വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. ദെൻ ഇതേമാതിരി മോഡൽസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഏത് മോഡലായിരിക്കും ബെറ്റർ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ദെൻ ഈ സ്കോർസൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ടാബുലർ സ്ട്രക്ചറിൽ കീപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന മോഡലിന് ഇന്ന അൽഗോരിതമാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് തരുന്നതെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എല്ലാ അൽഗോരിതംസും പഠിച്ച് കഴിയുമ്പോൾ നമുക്കത് ഓരോ ഡാറ്റ സെറ്റിന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഏത് മോഡലാണ് ബെസ്റ്റ് ഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അൽഗോരിതം ഏതാണെന്നൊക്കെ നമുക്കതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അത്രയ്ക്കുള്ളൂ. ഇന്ന് ക്ലാസിഫിക്കേഷനാണ്, നാളെ ഡിസിഷൻ ട്രീൻ്റെ റിഗ്രഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത് കേട്ടോ. സോ ഇത്ര ഒന്ന് നോക്കി വയ്ക്കാം. ഔട്ട്ലൈൻസിനെ റിമൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇൻഡെക്സിനെ റീസെറ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക പോർഷൻസ്. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു.